ഒരു സിനിമയ്ക്ക് രണ്ട് ക്ലൈമാക്സുകൾ ഉണ്ടാവുക. പലപ്പോഴും പ്രേക്ഷകരിൽ നിന്നും ലഭിക്കുന്ന മോശം അഭിപ്രായങ്ങളാണ് ഒരു ചിത്രത്തിന്റെ ക്ലൈമാക്സ് മാറ്റുവാൻ അണിയറ പ്രവർത്തകരെ പ്രേരിപ്പിക്കുന്നത്. മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും ആരാധകരെ ഒരുപോലെ തൃപ്തിപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെയായിരുന്നു ഫാസിൽ ഹരികൃഷ്ണന്റെ ക്ലൈമാക്സ് രണ്ട് രീതിയിൽ ചെയ്തത്. അതുപോലെ പല കാരണങ്ങൾ കൊണ്ട് രണ്ട് ക്ലൈമാക്സ് ചിത്രീകരിക്കേണ്ടി വന്ന മലയാളം സിനിമകൾ. ഗ്രാമഫോൺ. ദിലീപിനെ നായകനാക്കി കമൽ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ഗ്രാമഫോൺ. മീര ജാസ്മിൻ, നവ്യ നായർ എന്നിവരായിരുന്നു നായികമാർ. ചിത്രത്തിന്റെ ആദ്യ ദിനങ്ങളിൽ ലഭിച്ച മോശം റിപ്പോർട്ടാണ് ക്ലൈമാക്സ് തിരുത്താൻ സംവിധായകനെ പ്രേരിപ്പിച്ചത്. ചക്രമുത്ത്. ദിലീപ് കാവ്യ ജോഡികൾ ഒന്നിച്ച ലോഹിദാസ് ചിത്രമായിരുന്നു ചക്രമുത്ത്. ആദ്യം പ്രേക്ഷകരെ വിഷമിച്ച ക്ലൈമാക്സ് പിന്നീട് സംവിധായകൻ മാറ്റുകയായിരുന്നു. ലോലിപോപ്പ്. ആദ്യ ദിവസം തിയേറ്ററിൽ നിന്ന് ലഭിച്ച മോശം അഭിപ്രായങ്ങളായിരുന്നു ഷാഫി ചിത്രം ലോലിപോപ്പിന്റെ ക്ലൈമാക്സ് തിരുത്താൻ കാരണമായത്. ആദ്യ ദിവസം ഉണ്ടായിരുന്ന ക്ലൈമാക്സിലെ ജയസൂര്യയുടെ ചില രംഗങ്ങളാണ് പിന്നീട് കട്ട് ചെയ്തത്. റെഡ് വൈൻ. പ്രേക്ഷകരിൽ നിന്നും ലഭിച്ച മോശം റിവ്യൂസ് ആയിരുന്നു മോഹൻലാൽ, ആസിഫ് അലി, ഫഹദ് എന്നിവർ ഒന്നിച്ച ചിത്രത്തിന്റെ ക്ലൈമാക്സ് തിരുത്താൻ കാരണമായത്. ഹരികൃഷ്ണൻസ്. മോഹൻലാലും മമ്മൂട്ടിക്കും തുല്യ പ്രാധാന്യം നൽകി ഫാസിൽ ഒരുക്കിയ ചിത്രം സൂപ്പർ ഹിറ്റ് ആയിരുന്നു. നായിക കഥാപാത്രങ്ങൾ രണ്ടുപേരും ഒരു നായികയെ പ്രണയിക്കുന്നു. അവസാനം നായികയെ ഏത് നായകൻ കൊണ്ടുപോകും? മമ്മൂട്ടി നായികയെ സ്വന്തമാക്കിയാൽ ലാൽ ഫാൻസ് ക്ഷമിക്കില്ല. നേരെ മറിച്ചായാലും പ്രശ്നമാണ്. ഇതിനായി ഫാസിൽ ഒരു സൂത്രം ഒപ്പിച്ചു. മലപ്പുറം ഭാഗങ്ങളിൽ തിയേറ്ററിലെത്തിയ പ്രിന്റിൽ നായികയെ മമ്മൂട്ടി സ്വന്തമാക്കുന്നതായും തിരുവനന്തപുരം ഭാഗങ്ങളിൽ നായികയെ മോഹൻലാൽ സ്വന്തമാക്കുന്ന രീതിയിലുമാണ് സിനിമ പ്രദർശിപ്പിച്ചത്.